ഹായ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നാടൻ പലഹാരമായ അവലോസ് പൊടി തയ്യാറാക്കാം. അവലോസ് പൊടി പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവലോസ് പൊടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ അവലോസ് പൊടിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മട്ട അരിയാണ് കേട്ടോ. നമ്മൾ ചോറ് വെക്കുന്ന ചുവന്ന അരിയാണ്. അത് നന്നായി കഴുകിയിട്ട് 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുതിരണം കേട്ടോ. നമ്മളൊരു അരി എടുത്തത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിക്കാൻ പറ്റണം, അത്രയും കുതിരണം. പിന്നെ ഈ മട്ട അരിക്ക് പകരം നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ എടുക്കുന്ന നല്ല ക്വാളിറ്റി പച്ചരി വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് വാർത്തെടുക്കാം. അപ്പോൾ ഞാനൊരു സ്ട്രെയിനർ എടുത്തിട്ടുണ്ട്. താഴെ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഈ അരിപ്പ വയ്ക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മളിപ്പോൾ കുതിർത്ത് വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇതൊന്നിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ കുറച്ചൊക്കെ വെള്ളം ഒന്ന് വാർന്ന് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റായി. കുറച്ചൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തുണി വിരിക്കുക. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തുണി വിരിക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഈ അരി ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുക. എൻ്റെ ക്യാമറ ഇടയ്ക്ക് നിന്ന് പോയി കേട്ടോ. ജസ്റ്റ് അരി ഞാൻ ആ തുണിയിൽ നിരത്തി ഇട്ടിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും ഒരു 15-20 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ കുറച്ച് ബാക്കിയുള്ള വെള്ളം കൂടി ആ തുണിയിലോട്ടങ്ങ് പിടിച്ചിട്ട് കുറച്ചും കൂടി ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് ഉണങ്ങാനായിട്ട് വെച്ചിട്ട് കുറച്ച് നേരമായി, 20 മിനിറ്റൊക്കെ കഴിഞ്ഞു. ആവശ്യത്തിന് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മളിപ്പോൾ ഉണക്കിയെടുത്ത അരി ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിടണ്ട കേട്ടോ, കുറച്ചായിട്ട് ചേർത്ത് പൊടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ലതായിട്ട് പൊടിഞ്ഞു കിട്ടും. പിന്നെ മട്ട അരി ആയതുകൊണ്ട് നല്ല ഫൈനായിട്ടുള്ള പൗഡർ ആവത്തില്ല. കുറച്ച് തരിയൊക്കെ ഉണ്ടാവും, പക്ഷെ അത് കുഴപ്പമില്ല. പറ്റുന്നിടത്തോളം നന്നായിട്ട് പൊടിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, ആദ്യം നിങ്ങൾ കുറച്ചിട്ടിട്ടൊന്ന് പൊടിച്ച് നോക്കാം കേട്ടോ. കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ അതിനർത്ഥം അരി നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലെന്നാണ്, ആവശ്യത്തിന് ഉണങ്ങിയിട്ടില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയം കൂടി അരി നിരത്തിയിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ അരിയെല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് തരി ഉണ്ടാവും, കണ്ടോ? അത് കുഴപ്പമില്ല. നിങ്ങൾക്കിനി കുറച്ചും കൂടി പൊടിയായിട്ട്, അതായത് ഒട്ടും തരിയില്ലാത്തതാണ് ഇഷ്ടമെങ്കിൽ ഇത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് ഒന്നും കൂടി പൊടിച്ചാൽ മതി. അപ്പോൾ നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇതിനി നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉരുളി തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് പാത്രമായാലും മതി. നോൺ സ്റ്റിക്ക് പാത്രമായാലും കുഴപ്പമില്ല. അതിനകത്തോട്ട് ഈ പൊടിച്ചു വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കാം. ഞാൻ 3 വലിയ പിടി തേങ്ങയാണ് ചേർക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് കൂടുതലോ കുറവോ ഒക്കെ ഇഷ്ടം പോലെ ചേർത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് നല്ല ജീരകം ചേർക്കാം. ചെറിയ ജീരകം 1.5 മുതൽ 2 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ ചേർത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ചിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൈവച്ച് തന്നെ ചെയ്യണം കേട്ടോ. ആ തേങ്ങയും ജീരകവും ഒക്കെ അരിയിലോട്ട് നല്ലതായിട്ട് ഇങ്ങനെ കുഴച്ചങ്ങ് വെക്കണം. എന്നാലേ അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. സ്പൂൺ വെച്ച് ചെയ്യരുത്, കൈവച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നടുക്കോട്ടിങ്ങനെ കൂട്ടി വെച്ച് കൊടുക്കാം. കുറച്ച് നേരം ഇതിങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് വരും. മാത്രമല്ല തേങ്ങയിലുള്ള ഈർപ്പം കുറച്ചൊന്ന് അരിയിലോട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ മിനിമം ഒരു 30 മിനിറ്റ്, അരമണിക്കൂർ വെക്കണം. 1 മണിക്കൂർ വരെ വെച്ചാൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ, 45 മിനിറ്റായി. ഞാനിതിപ്പോൾ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. തീ കൂട്ടി വെക്കരുത് കേട്ടോ. കുറച്ച് സമയം എടുത്ത് തന്നെ ഇത് വറുത്തെടുക്കണം. എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. അരിയുടെ പച്ചപ്പും ഒക്കെ നന്നായിട്ട് മാറത്തുള്ളൂ. പിന്നെ എപ്പോഴും കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ അവലോസ് പൊടി ഉണ്ടാക്കുമ്പോൾ ഉള്ള ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതാണ്. കൈ എടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ താഴെ കിടക്കുന്നതൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. പിന്നെ ഇത് ഇളക്കി തുടങ്ങുന്ന സമയത്ത്, അതായത് അരി ചെറുതായിട്ട് ചൂടായി തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ താഴെ ചെറുതായിട്ടിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ടൊക്കെ തോന്നും. പക്ഷെ അത് കുഴപ്പമില്ല. അരി കുറച്ചും കൂടി മൂക്കുമ്പോൾ അത് ശരിയായിക്കൊള്ളും. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നിയാലും ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ കണ്ടോ, കുറച്ചിങ്ങനെ മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
കണ്ടില്ലേ കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോൾ ആ പാനിൽ ഒട്ടിപ്പിടിക്കുന്നത് മാറിക്കിട്ടും. അപ്പോൾ വീണ്ടും നമുക്കിതിങ്ങനെ ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ അതെ അരി നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടോ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു. നല്ല മൂത്ത മണമൊക്കെ വരും കേട്ടോ. കഴിച്ചു നോക്കുമ്പോഴും നല്ല ക്രിസ്പി ആയിരിക്കും. ഇതുപോലെ ആവണം. അപ്പോൾ ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാം. ആവശ്യമുള്ള സമയത്ത് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കഴിച്ചാൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് തരി കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊന്നും കൂടി മിക്സിയിലിട്ടിട്ട് ആവശ്യത്തിന് പൊടിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ കുറച്ചും കൂടി നല്ല പൗഡറായിട്ടുള്ള അവലോസ് പൊടി കിട്ടും. എനിക്ക് പക്ഷേ കുറച്ച് തരിയോട് കൂടിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതുപോലെ തന്നെ വെക്കുവാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഈ അവലോസ് പൊടി ഞാനിവിടെ തണുത്ത് കഴിഞ്ഞ് കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കുറച്ചൊരു പ്ലേറ്റിലോട്ട് എടുക്കുവാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത്. എനിക്ക് ശർക്കരയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഒരു അരി വറുത്തതിൻ്റെ ഒരു ടേസ്റ്റ് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേ കുറച്ച് ശർക്കര, ആവശ്യത്തിന് ശർക്കര ഇതുപോലെ ചുരണ്ടി ഇട്ട് കൊടുക്കാം. ശർക്കരയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ മധുരത്തിനനുസരിച്ച് ചേർക്കണം കേട്ടോ. എന്നിട്ട് ഇത് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ശർക്കരയാകുമ്പം കൈവച്ച് തന്നെ കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോഴേ ആ അരിയിലോട്ട് നല്ലതായിട്ട് അതൊന്ന് പിടിച്ചിരിക്കും. പഞ്ചസാരയാണെങ്കിൽ വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് ശരിക്കും അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ വെറുതെ കഴിക്കാനും അതുപോലെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ നാടൻ പലഹാരങ്ങളുടെ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഒത്തിരി നാൾ ഇത് കേടാകാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.